നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഭ്രമയുഗം ഫെബ്രുവരി 15 റിലീസിന് തയ്യാറെടുക്കുന്ന മമ്മൂട്ടി ചിത്രമാണ്. എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസ് ഉറപ്പായിട്ടും രേഖപ്പെടുത്താം. വളരെ കാര്യമായിട്ട് നമ്മളിതിനെ ഈ സിനിമയെ എടുക്കുക. കാരണം മലൈക്കോട്ടെ വാലിബൻ മോഹൻലാലിൻ്റെ അഭിനയത്തിലെ ഏറ്റവും പ്രതീക്ഷ ഉണ്ടായിരുന്ന ചിത്രമാണ്. പല രീതിയിലും അതിന് ഇപ്പം കളക്ഷനെയൊക്കെ ബാധിച്ചേക്കാം. പക്ഷേ നമുക്ക് OTT റിലീസൊക്കെ വരുമ്പോൾ എന്തുവാണെന്ന് എൻ്റെ അറിയത്തില്ല, എൻ്റെ പ്രതികരണങ്ങളൊക്കെ. ഞാൻ പറയാൻ പോകുന്ന കാര്യം, കൃത്യമായും ഓരോ കാര്യങ്ങൾ കൃത്യമായി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഞാൻ ഈ പറയുന്ന പ്രമേയുഗത്തിന് അമിത പ്രതീക്ഷ വേണ്ട എന്ന് പറയുന്നതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ ഓടിയിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. ലാസ്റ്റിൽ ഇറങ്ങിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്ന് പറയുന്നത് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് 1984 സോമനും അംബികയും നായകനും നായികയായിട്ട് അഭിനയിച്ച എൻ്റെ ഗ്രാമം എന്ന് പറഞ്ഞ സിനിമയാണ്. അതിനകത്ത് പാട്ടുകളൊക്കെ നിങ്ങൾ നോക്കി കാണാം, സെർച്ച് ചെയ്താൽ കാണാം. ഗംഭീര പാട്ടുകളൊക്കെ ആയിരുന്നു. ചിലപ്പോൾ സിനിമയുടെ കഥയുടെ ഒക്കെ കുഴപ്പം കൊണ്ടായിരിക്കാം, എന്തായാലും ആ സിനിമ സമ്പൂർണ്ണമായി പരാജയപ്പെട്ട ചിത്രമാണ്. അന്നേരം അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായതുകൊണ്ടാണ്. ആ സമയത്ത് കളർ സിനിമകൾ ഉണ്ടായിരുന്നു, പക്ഷേ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തൊരു പരീക്ഷണം നടത്തി. ഭ്രമയുഗത്തെക്കുറിച്ച് ആദ്യമേ നമ്മൾ മനസ്സിൽ വരുന്ന ഒരു കാര്യം, ഇതൊരു പൂർണ്ണമായും പരീക്ഷണ ചിത്രമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാന മേഖല എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനിൽ എങ്ങനെ സ്വീകരിക്കുമെന്ന് നമ്മൾ കണ്ടറിഞ്ഞ് കാണണം. തിയേറ്ററിൽ കണ്ട് നമ്മളതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നിടത്താണ് നമ്മുടെ വിജയം. അതെങ്ങനെ അണിയറ പ്രവർത്തകർ അണിയിച്ചൊരുക്കി എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും കാണാൻ ആകാംക്ഷ. കാരണം 84 ശേഷം 94, 2004, 2014, 10-40 കൊല്ലത്തിന് ശേഷമാണ് പൂർണ്ണമായ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് പ്രതീക്ഷയില്ലാതെ നമ്മൾ കാണേണ്ട ഒരു സിനിമയാണ്. കാരണം ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ആരും ഒന്നും തള്ളി മറിച്ചിട്ടില്ല. ഇതുവരെയും ഒരു ഇൻ്റർവ്യൂ പോലും അവരൊന്നും കൊടുത്തിട്ടില്ല. ഇൻ്റർവ്യൂവിനകത്ത് ഒന്നും ഇങ്ങനെ ഒരു ടീസറും വന്നു, അതിൻ്റെ പാട്ടുകൾ ഓഡിയോ ട്രാക്കുകളൊക്കെ വന്നു, അല്ലാതെ അണിയറ പ്രവർത്തകർ ഒന്നും ഇതുവരെയും തള്ളി മറിച്ചിട്ടില്ല. തള്ളി മറിക്കാതിരിക്കാൻ അവർ തന്നെ ശ്രമിക്കേണ്ടതാണ്. എന്തുവാണെന്ന് കൃത്യമായിട്ടുള്ളത് പറയുന്നതായിരിക്കും എപ്പോഴും നല്ലത്. 2, ഈ സിനിമയിൽ ആകെ പ്രധാനമായും ആ ടീസർ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു പ്രധാനമായും 3 ക്യാരക്ടേഴ്സ്: മമ്മൂട്ടി, സിദ്ധാർത്ഥ് ഭരതൻ, അർജുൻ അശോകൻ. ഈ 3 ക്യാരക്ടേഴ്സും കൊണ്ട് ഒരു സിനിമ പോകുമ്പം, ഇപ്പം 150, 200, 300 ആർട്ടിസ്റ്റുകൾ, ജൂനിയർ ആർട്ടിസ്റ്റുകളും എല്ലാം ഉള്ള സിനിമ ചിലപ്പോൾ നമുക്ക് ലാഗ് ചെയ്യുന്നത് തോന്നാം. അത് ഓരോ കഥാപശ്ചാത്തലമാണ്. എന്നാൽ പോലും ഈ 3 ക്യാരക്ടേഴ്സ് വരുമ്പം ലാഗിങ് ചിലപ്പോൾ അനുഭവപ്പെടാം. പക്ഷേ ആ സിനിമയ്ക്ക് വേണ്ട ലാഗായിരിക്കാം. അന്നേരം നമ്മൾ ആദ്യമേ ലാഗാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമയെ പോയി അതിന് ആ 3 കഥാപാത്രങ്ങളേ ഉള്ളൂ. അതിനനുസരിച്ചുള്ള കഥാ രീതികളായിരിക്കും അതിനകത്ത്. ചിലപ്പം മന്ത്രവാദങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും മരണങ്ങളും ഒക്കെ ഒരു ഭയമുളവാക്കുന്ന സിനിമയായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. സിനിമ അന്നേരം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുമുണ്ട്. ഈ ഫാൻസുകാരും പ്രേക്ഷകരും അമിത പ്രതീക്ഷയിൽ ഭ്രമയുഗം കാണാൻ പോകേണ്ട. 28 കോടിക്കടുത്ത് ബഡ്ജറ്റ് വരുന്നൊരു സിനിമയാണ്. സ്വാഭാവികമായിട്ടും മമ്മൂട്ടി എന്ന നടൻ്റെ പ്രതിഫലവും പിന്നെ ബാക്കിയുള്ള ടെക്നിക്കലായിട്ടുള്ള വശങ്ങളുമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള മുടക്കായിരിക്കണം. കാരണം ബാക്കി അല്ലാതെ അർജുൻ അശോകനോ അല്ലെങ്കിൽ സിദ്ധാർത്ഥ ഭരതനോ ഒന്നും വലിയ പ്രതിഫലമുള്ള താരങ്ങളല്ല. പ്രധാനപ്പെട്ട ഇത്രയും താരങ്ങളെ ഉള്ളു താരം. അതിനകത്ത് പിന്നെ ഒരു ലേഡി ക്യാരക്ടറും പിന്നെ മണികണ്ഠനും ഒക്കെ എനിക്കൊന്ന് വന്നു പോകുന്ന സീനുകൾ മാത്രമേ കാണൂ ആ സിനിമയിൽ. എന്തായാലും ഈ 2 കാരണങ്ങളാണ് ഞാൻ ഈ സിനിമയ്ക്ക് അമിത പ്രതീക്ഷ വേണ്ട എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ തിയേറ്ററിൽ വന്നതിന് ശേഷം നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം. ഗംഭീരമാണെങ്കിൽ ഗംഭീരമാകട്ടെ. 1, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുങ്ങുന്ന ചിത്രം. 2, ഇതിനകത്ത് കഥാപാത്രങ്ങൾ കുറവുണ്ട്. ലാഗ് എന്ന് പറയുന്നത്, നമ്മളിപ്പോഴത്തെ കാലത്ത് ലാഗ് എന്ന് പറയുന്ന വാക്കുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. സിഗ്നൽ ഇൻവെർട്ടർ കോമേ കൊടുക്കേണ്ട സാധനമാണ് ലാഗ് ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ തിയേറ്ററിൽ ഇരുന്ന്. പക്ഷേ നല്ല സിനിമയാണ്, നല്ല കഥ ഇങ്ങനെ ഒഴുകി വരികയാണ്, നമ്മളെ ത്രില്ലടിപ്പിക്കുകയാണെങ്കിൽ നമ്മളതൊന്നും നോക്കത്തില്ല. അമിത പ്രതീക്ഷയില്ലാതെ നമ്മൾ തിയേറ്ററിൽ പോയി നല്ല ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസായി മാറട്ടെ എന്ന് ആശംസിക്കാം ഭ്രമയുഗത്തെ. കൂടുതൽ ഡീറ്റെയിൽസ്, അതായത് ഇതിൻ്റെ ട്രെയിലർ ലോഞ്ചൊക്കെ ഈ ആഴ്ച തന്നെ കാണുമെന്ന് പറയുന്നു. കാരണം നമുക്ക് അതിൻ്റെ ട്രെയിലർ ഡീകോഡിങ്ങും ഒക്കെ നടത്താം. അന്നേരം ഉറപ്പായും നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്തുക. ഉറപ്പായിട്ട് നിങ്ങളുടെ കമൻസിൽ രേഖപ്പെടുത്തണം. കാരണം ഇതിന് വ്യക്തമായിട്ടുള്ള കമൻസ് കൃത്യമായിട്ട്, അത് നല്ലതും ചീത്തതായിക്കോട്ടെ, കമൻസ് രേഖപ്പെടുത്തിയിരിക്കണം. കാരണം ഇതൊരു റിവ്യൂ ചെയ്യുന്ന ചാനലാണ്.
റിവ്യൂ ചെയ്യുന്നതല്ലാകുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻസ് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്തത്. ഓക്കെ, അന്നേരം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ.